ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ എവിടെയാ പോകുന്നത്? ഇന്ന് അമ്മൂന്റെ ഫീറ്റൽ സ്കാൻ എടുക്കാം മെട്രോയില്. ഫീറ്റൽ എക്കോ സ്കാൻ. ഒരു ചെറിയ തല കാണാൻ വേണ്ടി വെച്ചാണ്ട് ഒളിഞ്ഞിരുന്ന് നോക്കണം അമ്മ. അപ്പൊ എവിടെ പോകുന്നത്? നമ്മൾ മെട്രോ സ്കാനിലാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മൂന്റെ കുറെ ഡ്രസ്സുകളൊക്കെ ചെറുതായി, ഇപ്പൊ അമ്മൂന് ഇടാനൊക്കെ പാടും. സത്യം കേട്ടോ. അതുകൊണ്ട് ഇനി കുറച്ച് ഡ്രസ്സ് എടുക്കണം. പിന്നെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ആണ്. കുഞ്ഞു ഷോപ്പിംഗ്, വലിയ ഷോപ്പിംഗ് അല്ല, ചെറുത്. ഇപ്പം അടുത്ത് വലിയ ഷോപ്പിംഗ് വരും, ഉടനെ തന്നെ വരും. പക്ഷെ ഇപ്പം എൻ്റെ ചെറിയ എല്ലാ ഡ്രസ്സും ചെറുതും എല്ലാം ആയിപ്പോയി. അപ്പം അതിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ കുറച്ച് വാങ്ങണം. ഇനി ഒരു 3-4 മാസം, 3 മാസം ഇല്ല, 3-4 ദിവസം ആകുമ്പോൾ 7 മാസം. അപ്പം അത് കഴിഞ്ഞ ഉടൻ തന്നെ മറ്റേ ഷോപ്പിംഗ് തുടങ്ങും. അപ്പം ഇനി മെട്രോ സ്കാനിൽ എത്തിയിട്ട് കാണാം. ഗോക്കു അഭിനയ സിംഹം 1, 2. ഏത് ലുങ്കി? എന്തൊരു അഭിനയം നോക്ക്. വാച്ചി മാളുന്റെ ഡ്രസ്സ് വാ പറത. അതെനിക്ക് വേണ്ടായി, അത് കൊള്ളൂല. ഓമൊന്നും എനിക്ക് വേണ്ട. ലുങ്കി എടുക്കാറ, ലുങ്കി. നമ്മൾ വീണ്ടും ഇവിടെ പോയാണ്. നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതല്ല, ഇത് അടുത്ത ദിവസമാണ്. രാമചന്ദ്രൻ വ്ലോഗാണ്. രാമചന്ദ്രൻ ഫുള്ളായിട്ടൊന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ. എടുക്കാൻ പറ്റാത്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, സത്യം പറയാം, ഒരു ടൂർ പോയ കണക്കാണ് നമുക്ക് അവിടെ ഇരുന്നത് അല്ലേ. ആ ഗ്രൗണ്ട് ഫ്ലോർ തൊട്ട് 5ാമത്തെ നില വരെ നമ്മൾ കയറി ഇറങ്ങി. ഒന്നും വാങ്ങിച്ചില്ല. അതാണ് നമ്മൾ ലാസ്റ്റ് വീട്ടിൽ വന്നപ്പോ എന്ത് വാങ്ങിച്ചു നമുക്ക് അറിഞ്ഞോട്ടെ. 2 ചെരുപ്പും കുറച്ച് ബക്കറ്റ് 3-4 ബക്കറ്റ് കുഞ്ഞായിക്ക് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ഗ്രൗണ്ട് തൊട്ട് 5 വരെ നമ്മൾ കയറി ഇറങ്ങി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ അമ്മയുടെ അത് എനിക്ക്, കാരണം ഓവർ സൈസ് ഇപ്പം ഒന്നും പറ്റൂലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ 2 ടീഷർട്ട് എടുത്തു, ഓവർ സൈസ് ടീഷർട്ട്. പക്ഷേ എൻ്റെ ആഹാരമൊന്നും കഴിച്ചില്ല. 3 മണിക്ക് നമ്മൾ രാമചന്ദ്രനിൽ കയറിയതാണ്. തിരിച്ച് വീട്ടിലെത്തുന്നത് 9 മണി കഴിഞ്ഞിട്ടാണ്. അതുവരെ നമ്മൾ രാമചന്ദ്രനിലായിരുന്നല്ലേ. എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. ഫുഡിന്റെ വീഡിയോ എടുക്കാന്ന് വെച്ചപ്പം വീഡിയോ മറന്നുപോയി, എല്ലാം മറന്നു വന്ന് ആഹാരം കിട്ടിയെന്നൊരു അവസ്ഥയിലായി. അമ്മ വന്നിട്ടില്ല, കാരണം അമ്മയ്ക്ക് വയ്യ. പിന്നെ അല്ലേ ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് ഉടനെ കിടന്ന് ഉറങ്ങിയത് മാത്രമേ നമുക്കറിയാം. വേറെ ഒന്നും നമ്മൾ ചെയ്തൊന്നുമില്ല. അത്രയ്ക്ക് ഒരു ടൂർ പോയ പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പം നമുക്ക് ലാസ്റ്റ് വീഡിയോ പോലും വൈൻഡപ്പ് ചെയ്യാൻ പോലും പറ്റില്ല. അതാണ് ഇന്നത്തെ ദിവസം കൂടെ എടുത്തിട്ട് ഇന്നലെ നമ്മൾ കൊണ്ടുപോയി സ്കാനൊക്കെ ചെയ്തത്. ഇനി അതിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം അത് ഇന്നാണ്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളത്. അങ്ങനെ നമ്മൾ ലുലു മോളിൽ എത്തി. ലിഫ്റ്റും ഞാനും ദ്വന്ദ്വയുദ്ധമാണ് നടക്കുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ തന്നെ 15 മിനിറ്റിന് ശേഷമാണ് ഈ ലിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. എത്ര നേരമായിട്ടൂടെ തേർഡ് ഫ്ലോർ അല്ല, ഇത് ഹോട്ടലിൽ തുടങ്ങണത്. അയ്യോ തനിയെ നാടിലായിടാ. എവിടെ പോകുന്നു? ലുലു മോളിൽ ഫുഡ് കഴിക്കാൻ. ഫുഡല്ല, അവൽ മിൽക്ക് ഷേക്ക്. ഇവിടത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സ്പോട്ടുണ്ട്, കാണിച്ചു തരാം. അടിപൊളി അവൽ മിൽക്കാണ്.
അതിൻ്റെ. ഇതാണ് നമ്മൾ പറഞ്ഞ കിട്ടുന്ന സ്പോട്ട്. ലുലു മോള്. ഇപ്പൊ ലുലു ഓൺ സെയിൽ ആയതുകൊണ്ട് ബൈ 2 get 1 ഫ്രീ ഓഫർ ഒക്കെയാണ്. ഒരു ഓഫറും വിടാറില്ല. അതാണ്. അങ്ങനെ നമ്മളൊരു നമ്മളിപ്പോ 2 പേരേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു ഓഫർ അടക്കില്ല, വെറുതെ കളയണത് വെച്ചാൽ. അതുകൊണ്ട് ഒരു നോർമലും 2 വൈറ്റും വാങ്ങിച്ചു. വൈറ്റിന്റെ ഐസ്ക്രീം, വാനില ഐസ്ക്രീമും പിന്നെ വാനില അതിന്റെ കാണിച്ചു. നീ വരണത് എങ്ങനെയാണെന്നറിയോ? മറ്റേ പെണ്ണാണാൻ വരുമ്പോ കൊടുക്കൂലേ, പെണ്ണാണാ തുടങ്ങൂല, അതേപോലെയാണ് നീ ചെയ്യണത്. ഇതാണ് നമ്മൾ അവൽ മിൽക്ക് ബൈ 2 get 1 ഫ്രീ. രണ്ട് സെയിം തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഒരെണ്ണം നോർമൽ, ഇത് രണ്ടെണ്ണം വൈറ്റ്. പക്ഷെ നമ്മൾ തേച്ചിട്ട് ഐസ്ക്രീം ഇല്ല. ഐസ്ക്രീം ഉണ്ടെന്നാണ് ചോദിച്ചത്. ഐസ്ക്രീം അല്ല കേട്ടോ, പക്ഷെ അടിപൊളി സാധനമാണ്, എന്തായാലും കൊള്ളാം. അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഐസ്ക്രീം ഉണ്ട് കേട്ടോ. നീ ആരുടെ എക്കോയാ? സെറ്റ് കാണാം, അതുകൊള്ളു. അങ്ങനെ അമ്മൂന് നടക്കണമെന്ന് പറഞ്ഞിട്ട് ആ ലുലു മോൾ മൊത്തം നടത്തിക്കുകയാണ്. അപ്പോൾ അമ്മൂനൊരു എക്സസൈസും ആവും, അമ്മൂന് കുറേ കാഴ്ചകളും കാണാൻ സന്തോഷമാവും. പിന്നെ ബേബീസിന് എന്തെങ്കിലും ബേബി ഷോപ്പിലൊന്നും കാണുകയാണെങ്കിൽ ജസ്റ്റ് പോയി നോക്കാന്ന് വിചാരിച്ചു, വാങ്ങാനല്ല, ജസ്റ്റ് റേറ്റ് അന്വേഷിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഞാൻ ഡ്രസ്സ് മാറിയാണ്. സോ നമ്മളെ കാർ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം കേട്ടോ, ഒറ്റയ്ക്കാണ് ഇരിക്കണം. ഒറ്റയ്ക്ക് വഴി എന്തൊരു വെട്ടി വന്നാലിടാ എന്നൊരു ഇതില്ല. അതേപോലെ ഷോപ്പിംഗ് ആയിട്ടൊന്നും പറയില്ല, വെറും ഒരു 5 സാധനം, തൈര് മുട്ടി അങ്ങനെ മാത്രമേ വാങ്ങിച്ചോളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. അപ്പം ഒരുപാട് നടക്കമുണ്ടായിരുന്നു, ഞാൻ കാല് വീണ്ടും വയ്യ, നടന്നു നോക്കാടന്. ഭയങ്കര തിരക്കും, ലുലു ഓൺ സെയിൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും ഉണ്ട്. അത്രയ്ക്ക് വലിയ ഓഫറൊന്നും ഇല്ല അല്ലേ, വലിയ ഓഫറൊന്നുമില്ല. പിന്നെ അപ്പം അയ്യോ, നമ്മൾ ഡോക്ടർ എന്തോന്ന് പറഞ്ഞു, ഡോക്ടർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു ഇതേ മെഡിസിൻ തന്നെ കണ്ടിന്യൂ അടുത്ത ഇതില് 2 ആഴ്ചയ്ക്ക് ടി ടി എടുക്കുക, 7 മന്തിൻ്റെ ടി ടി എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഭയങ്കര ക്ഷീണം, വീട്ടിൽ ചെന്നിട്ടാണ് ആഹാരം കഴിക്കാൻ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.